ശേഖർക്കടി പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിതിൻ്റെ കഥ കേട്ടു. വളരെ എക്സൈറ്റിംഗ് പ്രോജക്റ്റാണ്. സത്യത്തിൽ നമ്മൾ ചിന്തിക്കുന്ന നമ്മളിതിനെക്കുറിച്ച് ആലോചിക്കുന്ന എന്തുകൊണ്ട് ഇത് പ്രാക്ടിക്കലി ഇത് സംഭവിക്കുന്നില്ല എന്ന് ഒരു ചിന്തിക്കുന്ന വിഷയമാണ് ഈ സിനിമ കൺവേ ചെയ്യുന്നത്. നല്ലൊരു കഥയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറിയാണ്. അതിലൊരു ഭാഗം പറ്റി ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ കാസ്റ്റിനെ കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഡയറക്ടർ സംസാരിക്കും. അതിനുവേണ്ടി ഞാനും വെയിറ്റ് ചെയ്യണം. ഒരു നല്ല സിനിമ ഈ വർഷം മലയാള സിനിമയുടെ ഭാഗമായി വരുമെന്നുള്ളതിൽ വളരെ എക്സൈറ്റഡ് ആണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. എൻ്റെ നമസ്കാരം. അനീതി ഒരു ഗംഭീര വിജയമാകട്ടെ. ഗംഭീര വിജയമാകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട്, പ്രാർത്ഥന. സിനിമ ഇറങ്ങുമ്പോൾ ഇത്രയും പേര് ആ സിനിമ ഉറപ്പായിട്ടും കാണണം. അതൊരു ഉറപ്പല്ലേ നിങ്ങളുടെ? അനീതി ഇറങ്ങുമ്പോൾ ആ സിനിമ ഉറപ്പായിട്ടും ഈ പൂജയ്ക്ക് വന്നിരിക്കുന്ന എല്ലാവരും കാണും. കാരണം എനിക്ക് തിയേറ്ററിൻ്റെ കാര്യം, നല്ല സിനിമകൾ വരുമ്പോൾ തിയേറ്ററുകാരുടെ ഇതായിട്ട് ഞാൻ പറയുന്നത്, നല്ല സിനിമകൾ വന്ന് അടുത്ത ദിവസമൊക്കെ ഇതുപോലുള്ള ചെറിയ സിനിമകൾ, നല്ല സിനിമകൾ വരുമ്പോൾ തിയേറ്ററിലോട്ടൊരു മടി മാറി നിൽക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. പിന്നെ അത് തിയേറ്ററിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടായിരുന്നു എന്നറിയുന്നത്. 2024 ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും നമ്മൾ കൊണ്ടുണ്ടാവുന്ന സപ്പോർട്ട് കൊടുത്താൽ ബാക്കിയുള്ള ആൾക്കാരുകൾ വരും. പിന്നെ എൻ്റെ പ്രിയ അനുജൻ എന്ന് പറയാം, ഷമീർ. ഞങ്ങൾ വരയൻ എന്ന് പറയുന്ന സിനിമയിലാണ് എനിക്ക് ഞങ്ങൾ അനുജനെ കിട്ടുന്നത്. 45 ദിവസം ഞങ്ങൾ 1 മണിക്കൂറൊക്കെ ബോട്ട് യാത്ര ചെയ്തിട്ടാണ് ലൊക്കേഷനിൽ എത്തുന്നത്. അന്ന് ഞങ്ങൾ തുടങ്ങിയ ഒരു സൗഹൃദമാണ്, നന്മയുള്ളവനാണ്. തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് ഒരിക്കൽ ഇപ്പോൾ വരുന്ന സിനിമകൾ, വലിയ വലിയ സിനിമകൾ ഷമീറിനൊപ്പം ഉണ്ടാകും. കാരണം ഷമീറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. അതുപോലെ ആ സ്നേഹത്തിനോടൊപ്പം സിനിമയോടൊപ്പം കുടുംബത്തെയും അവരവരെ നിർത്തിക്കൊണ്ടു പോകുന്ന വളരെ ചുരുക്കം പേരുകളാണ്. എവിടെ പോയാലും ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും വളരെ പ്രാർത്ഥനയും സപ്പോർട്ടുണ്ട്. അപ്പോൾ വലിയ വിജയം ഉണ്ടാവും. അടുത്ത സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു. 2ാമത്തെ സിനിമയിൽ എനിക്ക് വലിയ റോളുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ റെഡിയായിരുന്നു, എന്നെ വിളിച്ചില്ല. എല്ലാവരും ഇതായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല. എന്തായാലും അനീതി ഒരുപാട് കാര്യങ്ങൾ അനീതി എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റ് വെച്ച് പറയാൻ പറ്റും. അങ്ങനെ ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ വന്ന എല്ലാവർക്കും ഷമീറിൻ്റെ ചേട്ടൻ എന്നുള്ള നിലയിൽ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനയും സപ്പോർട്ടും നിങ്ങൾ കൊടുക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി വേദിയിലേക്ക് രണ്ടാമത്തെ സംസാരിക്കാൻ കലാഭവൻ. ശക്തമായ ഒരു സിനിമയായി മാറട്ടെ, അതുപോലെ സിനിമ ഒരു വലിയ വിജയമാകട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനീതിക്കെതിരെയുള്ള ശക്തമായ ഒരു പോരാട്ടമാണെന്നാണ് ആദ്യത്തെ ടൈറ്റിൽ പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആവട്ടെ, ഡയറക്ടർ ഷമീറിനെ കുറച്ചധികം നാളായിട്ട് അറിയാം. സിനിമയെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളാണ് ഷമീർ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സിനിമ ഒരിക്കൽ തിരിച്ച് സ്നേഹിക്കും. നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.